എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ജർമ്മനി എങ്ങനെയാണെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആക്ച്വലി അതിൻ്റെ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഭയങ്കര ടെൻസ്ഡൊക്കെ ആയിരുന്നു, വയ്യായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല. അത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്നലെ എനിക്ക് എത്തിയിട്ട് ഒരു വീഡിയോയോ കാര്യമോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് തിരക്കായിപ്പോയി, ഒന്നിനും സമയം കിട്ടിയില്ല. കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ റൂം. വന്നിട്ട് ഫുള്ള് മെസ്സായി കിടക്കുവാണ്. റെഡിയാക്കി എടുക്കണം. ഒട്ടും വയ്യ സത്യം പറഞ്ഞാൽ, മടുത്ത്. ഇപ്പം ടൈം 10:55. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം പുറത്തെ അവസ്ഥ. പുറത്തിപ്പോൾ ഇങ്ങനെയാണുള്ളത്. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. 7 മണിയൊക്കെ ആയ എൻ്റെ സമയത്ത് -2 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 6 ഡിഗ്രി ഒക്കെയാണ് കാട്ടുന്നത്. ഫസ്റ്റ് ഡേ ഓഫ് ജർമ്മനി എങ്ങനെയാണെന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇന്നലെ വരുന്ന വഴി കുറേ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ പെട്ടിയൊക്കെ ഉന്തി സമയം കിട്ടില്ല ഗൈസ്. പിന്നെ ഞാൻ എന്തായാലും രാവിലെ എണീറ്റ്. ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഫ്രഷ് ആവണം, അതാണ് ആദ്യത്തെ കാര്യം. ഹായ് ഗായ്സ്, ഫ്രഷ് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിലവിലിപ്പോൾ ടോയ്ലറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം പോർട്ടബിൾ ബിഡത്താണ് യൂസ് ചെയ്തത്, വേറെ വഴിയില്ല. ജർമ്മനി വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, എന്താണെന്നറിയില്ല. ജർമ്മനിയിൽ വന്ന് എൻ്റെ ഫോണിൽ കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ എൻ്റെ ഫോൺ കുറച്ച് ബെറ്റർ ആയ പോലെയൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ശരിയായതിൻ്റെ ആയിരിക്കും. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കാടൊക്കെ ഇറങ്ങിയാണ് ഗൈസ് പോകുന്നത് സാധനങ്ങൾ വാങ്ങാൻ. അധികം ദൂരമൊന്നുമില്ലായിരുന്നു കേട്ടോ, അടുത്തായിരുന്നു. നമ്മൾ നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നടന്നിങ്ങനെ പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഇങ്ങനെ സ്റ്റക്കാണ്. നല്ല തണുപ്പുമുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താ വാങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കിളി പോയ അവസ്ഥയിലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഫൈനലി ആ കുന്നൊക്കെ ഇറങ്ങി നമ്മൾ റോഡ് കണ്ടു കേട്ടോ. റോഡ് കണ്ടപ്പോൾ കിട്ടിയൊരു സമാധാനം. ഇവിടെ കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നല്ല ഭംഗിയുണ്ട്. ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് തന്നെ അറിയണ്ടായില്ല എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്താ ഒരു പ്ലാനും ഇല്ലാതെ പോയെ. അതുകൊണ്ട് തന്നെ ഒരു കിളിയില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു ബക്കറ്റും കപ്പും അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ കിട്ടിയില്ല ഗൈസ്. അതിന് ശേഷം ഒരു ദിവസം പോയപ്പോഴാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ആൻഡ് ദെൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് വേറൊരു കൂടെ വന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി നടന്നു പോകുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ സാമഗ്രികളൊക്കെ ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇത്തവണത്തെ, അതായത് അന്നത്തെ ലഞ്ച് അവിടെ നിന്നായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു അക്കോമഡേഷനിലാണ് പുള്ളിക്കാരി ഉണ്ടായിരുന്നത്. ഈ ഒരു പരിസരമാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ. ആൻഡ് ദെൻ അവിടെ നിന്ന് നമ്മൾ ടൊമാറ്റോ റൈസ് ആൻഡ് ചില്ലി ചിക്കൻ കഴിച്ചു. then ഒരു ഐസ്ക്രീമും കഴിച്ചു. ദെൻ തിരിച്ച് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച്. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സിം ഇപ്പോൾ തൽക്കാലം ഒരെണ്ണം എടുത്തു, 20 സിം എടുത്തു. വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മടുത്തു. ഇനിയിപ്പോൾ ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ട് ഇനി നൈറ്റ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഉണ്ടാക്കണം. രാവിലെ ഞങ്ങൾ ഓട്സ് ഉണ്ടാക്കി, അതിൻ്റെ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒട്ടും ടൈമില്ലായിരുന്നു. ഫുള്ള് പിന്നെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മൊത്തമൊരു റഷാണ്. ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് മാത്രം. എന്തായാലും ലാംഗ്വേജൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. മനസ്സിലാക്കാൻ ഒന്നും ജർമ്മൻസ് പറയുന്നതൊന്നും കംപ്ലീറ്റ് മനസ്സിലാവില്ല. അല്ലാത്തവരൊക്കെ കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. ബട്ട് ജർമ്മൻസ് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോക്കാം, നമുക്ക് റെഡിയാക്കാം, ശരിയാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചേഞ്ച് ചെയ്ത് വന്നിട്ട് വേണം കേട്ടോ. ബൈ. നമ്മളെന്തായാലും ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ആകെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അക്കോമഡേഷൻ അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. വേറൊന്നുമില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒരുപാട്. വേറെ കുഴപ്പമൊന്നുമില്ല, കാണുമ്പോൾ ഒക്കെയാണ് പ്രശ്നങ്ങളൊന്നും. പക്ഷേ സ്പേസ് കുറവാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് മാത്രം. അതുകൊണ്ട് തന്നെ വേറെ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇവിടെ നിന്ന് ഉടനെ മാറും. ഇവിടെ സ്ഥിരമൊന്നും ആക്കില്ല. ഇവിടെ മാക്സിമം 6 മന്ത്സ്, അതിക്കുള്ളിൽ നിൽക്കത്തില്ല. പക്ഷെ അതിന് മുന്നേ മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം പോയി കിടക്കട്ടെ. മടുത്തു സത്യം പറഞ്ഞാൽ. പോയി കിടന്നിട്ട്
നോക്കണം. പിന്നെ ഇവിടെ വന്ന് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് നമുക്ക് തന്നൊരു അക്കോമഡേഷനാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നു. ഇപ്പോഴത്തെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ലൈക്ക് ഇതാണ്. എന്താണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിപ്പോൾ നിൽക്കുക. ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും കുക്ക് ചെയ്യണം രാത്രി കഴിക്കണമെങ്കിൽ. അതുകൊണ്ട് അതിന് വേണ്ടി നിൽക്കും. ചോറൊന്നും കഴിക്കുകയല്ല കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കഞ്ഞി, ജർമ്മനിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കഞ്ഞി ഞാൻ കുടിക്കാൻ പോവാണ്. കഞ്ഞിയുണ്ട്, പിന്നെ മാംഗോ പിക്കിൾ, പിന്നെ മീൻ പൊരിച്ചത് ഫസ്റ്റ്. അങ്ങനെ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കഞ്ഞിയാണ് കഴിക്കാൻ പോവാണ്. പിന്നെ മാംഗോ പിക്കിളുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. എനിക്ക് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ബിരിയാണി പോലത്തെ കഞ്ഞി. കൊള്ളാം. അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് കുടിച്ച് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് കൂടി പോയി, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ ഹീറ്റർ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ തണുത്ത് കുറച്ച് 3-4 പുതപ്പൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ വിചാരിച്ച് ഞങ്ങളൊരു ചോക്ലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് എടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. കിട്ടിയില്ലേ? നീ എക്സ്പ്രഷൻ ഇടാത്ത നല്ലത്. എവിടെ തെറിച്ചിടി. ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കിയത് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കഞ്ഞി, ഇത്രയും നല്ല കഞ്ഞി ഇതുവരെ കഴിച്ചിട്ടില്ല. കുറേ പണിയുണ്ട് ഗൈസ്, അതുകൊണ്ട് എനിക്കൊന്നും പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്തായാലും ചെയ്യും, എല്ലാം സെറ്റായി വരുന്നതാണ്. അപ്പം ഇന്നത്തേക്ക് എത്രയാണ്. ബൈ. ഇതൊക്കെ എപ്പോഴാണ് ഇടുന്നതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്ത് എപ്പോൾ ഇടുന്നറിയില്ല. പിന്നെ എല്ലാം ബൈ.